എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 5ാം ക്ലാസ്സിലെ സുഗമ ഹിന്ദി എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതേപോലെ 5ാം ക്ലാസ് പഠിക്കുന്ന സുഗമ ഹിന്ദി പരീക്ഷ എഴുതുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ കുറച്ച് സൂചനകൾ തന്നിട്ടുണ്ട്. സൂചനകൾ വായിക്കാം. എന്തൊക്കെയാണ്? ജൂൺ 5 ഉദ്ഘാടൻ പ്രധാന അധ്യാപക് സബ്കാ സ്വാഗത് സവേരെ 10 ബജെ പര്യാവരൺ ദിവസ് സമാരോഹ GUP ഇസ് തൽവടി. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ സൂചനകൾ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ജൂൺ 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5. ജൂൺ 5. ഓക്കെ. പിന്നെ സബേരെ 10 ബജെ രാവിലെ 10 മണി. 10 എന്ന് പറഞ്ഞാൽ 10, 5 എന്ന് പറഞ്ഞാൽ 5. നമ്മുടെ എണ്ണങ്ങൾ പഠിക്കണം. അത് നമുക്ക് വേറൊരു മോഡൽ നോക്കാം. ക്വസ്റ്റ്യൻസിൻ്റെ എത്ര എണ്ണം ഉണ്ട് ഓരോ പിന്നെ ബട്ടർഫ്ലൈസോ അല്ലെങ്കിൽ കുട്ടികളെ തന്നിട്ട് ഇത് എത്ര എണ്ണം ഉണ്ട്, അതായത് 1 2 3 4 5 അത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പം ജൂൺ 5 സബേരെ 10 ബജെ. ഓക്കെ. പിന്നെ പര്യാവരൺ ദിവസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരിസ്ഥിതി ദിനം, എൻവയോൺമെൻറ്റ് ഡേ. അതായത് പര്യാവരൺ എന്ന് പറഞ്ഞാൽ എൻവയോൺമെൻറ്റ് ദിവസ് ഡേ. സമാരോഹ, അതേപോലെ GUP സ്കൂൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ക്വസ്റ്റ്യൻ നോക്കാം. സൂചനയൊക്കെ ആധാർ പർ ഏക്ക് പോസ്റ്റർ ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ്. ആ പോസ്റ്റർ എന്തിനെ കുറിച്ചുള്ളതാണ്? പര്യാവരൺ ദിവസ് ജൂൺ 5 എൻവയോൺമെൻറ്റ് ഡേ കുറിച്ച് ഒരു പോസ്റ്റർ. അപ്പോൾ വളരെ എളുപ്പമാണ്. ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു പോസ്റ്റർ തയ്യാറാക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് പേട് പ്രകൃതി കാ വരദാൻ ഹേ, പേട് കി രക്ഷാ കരേ, ജീവൻ സുഖമായി ബനായേ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ നിങ്ങൾക്കറിയാലോ പോസ്റ്റർ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന മോഡലിലൊക്കെ ഒരു പോസ്റ്റർ തയ്യാറാക്കാം. സമാരോഹക ഉദ്ഘാടൻ കോൻ ഹേ. അപ്പോൾ ഈ സമാരോഹിൻ്റെ ഉദ്ഘാടകൻ ആരാണ്? അത് ഇവിടെ തന്നിട്ടുണ്ടല്ലേ. ഉദ്ഘാടൻ പ്രധാന അധ്യാപക. അപ്പോൾ നമ്മൾ ഇത് നല്ലവണ്ണം വൃത്തിക്ക് അക്ഷരത്തെറ്റില്ലാണ്ട് ഈ പ്രധാന അധ്യാപക, ഇവിടെ ഉദ്ഘാടൻ ആരാണെന്നാണല്ലോ ചോദിച്ചത്. അപ്പോൾ ഉദ്ഘാടൻ പ്രധാന അധ്യാപകൻ. അപ്പോൾ പ്രധാന അധ്യാപക എന്നുള്ളത് ഇവിടെ നമ്മൾ തെറ്റില്ലാണ്ട് എഴുതുക. ഓക്കെ. ഇനി അടുത്തതൊരു ക്വസ്റ്റ്യൻ എന്താണ്? പഹചാനിയെ ഓർ ലിഖേ. അപ്പോൾ ഇവിടെ 4 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ പിക്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി എഴുതൊന്നും വേണ്ട. ഇവിടെ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. അധികം ക്വസ്റ്റ്യൻസ് ഇങ്ങനെ തന്നെയാണ് വരിക. ബ്രാക്കറ്റിൽ അതിൻ്റെ ആൻസർ ഉണ്ടാവും, പക്ഷേ അത് തിരിച്ചു മറിച്ചിട്ടായിട്ടും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കി വെക്കണം. ഹിന്ദി വായിക്കാനോ അറിയാനോ അതിൻ്റെ അർത്ഥവും നമ്മൾ മനസ്സിലാക്കണം. പാഠഭാഗവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് വരിക. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഒരു കിളിക്കൂടാണ്, അതേപോലെ ഇതൊരു വീടാണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് മുന്നിലൊരു ഗാർഡൻ ഉണ്ട്, അതേപോലെ തന്നെ മുറിയിൽ അൾമാറയുണ്ട്. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് നോക്കാം. ഘോസലേക്ക് അന്തർ ചിടിയാ ഹേ. അപ്പോൾ ഘോസല എന്ന് പറഞ്ഞാൽ എന്താണ്? ഘോസലേൻ്റെ അർത്ഥം നമുക്കറിയാം അല്ലേ. നെസ്റ്റ്, കൂട്. ഘോസല എന്ന് പറഞ്ഞാൽ പക്ഷിക്കൂട്. അപ്പോൾ ഘോസല എന്ന് പറഞ്ഞാൽ പക്ഷിക്കൂടാണ്. അന്തർ, അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ചിടിയ ഹെ. ചിടിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേർഡ്, പക്ഷി. അപ്പോൾ അത് ഈ ഫസ്റ്റത്തിലാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾ തെറ്റാതെ ഈ ഒരു സെൻറ്റൻസ് ഇവിടത്തേക്ക് എഴുതുക. ഓക്കെ. ഇനി അടുത്തത് എന്താണ്? ഘർ കെ ബാഹർ പേട് ഹെ. ഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? വീടാണ്. ഗർ എന്ന് പറഞ്ഞാൽ വീടാണ്. പേട് എന്ന് പറഞ്ഞാൽ എന്താണ്? മരമാണ്, ട്രീ ആണ് അല്ലേ. പേട് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രീ. പേട് ട്രീ ആണ്, മരമാണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഗർക്കെ ബാഹർ പേട് ഹെ എന്ന് പറയുന്നത് ഇതാണ്, വീട്ടിൻ്റെ പുറത്ത്. ബാഹർ എന്ന് പറഞ്ഞാൽ പുറത്ത് എന്താണ്? ട്രീ ഉണ്ട്, പേട് ഉണ്ട് എന്നുള്ളത് ഈ സെൻറ്റൻസാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ. ഈ സെൻറ്റൻസ് എടുത്ത് ഇങ്ങോട്ട് എഴുതുക. ഇനി അടുത്ത സ്കൂളിൻ്റെ മുന്നിലൊരു എന്തുണ്ട്? ഉദ്യാനമുണ്ട്. അത് ഇതാ സ്കൂൾക്ക് ബാഹർ ഉദ്യാൻ ഹെ. അത് നമ്മൾ ഇവിടത്തേക്ക് എടുത്ത് എഴുതുക, അക്ഷരത്തെറ്റില്ലാണ്ട് എഴുതുക. ഇനി കമരയ്ക്ക് അന്തർ അൽമാരി ഹെ. അപ്പോൾ കമര എന്ന് പറഞ്ഞാൽ റൂമിൻ്റെ ഉള്ളിൽ. അന്തർ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ എന്തുണ്ട്? അലമാരി ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു സെൻറ്റൻസ് ഇതിലേക്ക് എടുത്തെഴുതുക. അപ്പോൾ നമ്മൾ വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇനി നമുക്ക്
പെഹചാനെ ലിഖേ. അപ്പോൾ ഇവിടെ കുറച്ച് 4 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ചിത്രത്തിൽ എന്താണ്? പുല്ലും കൊണ്ട് പക്ഷി പോവുകയാണല്ലേ. പക്ഷിയുടെ കൊക്കിൽ എന്തുണ്ട്? പുല്ലുണ്ട്. ഇനി രണ്ടാമത്തെ എന്താണ്? കൂട്ടിലേക്ക് വരികയാണ്. മൂന്നാമത്തേത് ആ കൂട്ടിൽ നിന്ന് പക്ഷികളൊക്കെ പോവുകയാണ് അല്ലേ. പക്ഷിക്കുഞ്ഞുങ്ങൾ പറന്ന് പോവുകയാണ്. നാലാമത്തേത് എന്താണ്? അവരിങ്ങനെ മുകളിലോട്ട് നോക്കി നിൽക്കുകയാണല്ലേ. എന്താ നോക്കി നിൽക്കുന്നത്? അപ്പോൾ ഇത്രയും പിക്ചർ നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പിക്ചേഴ്സ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ घर के अंदर चिड़िया के बच्चे है. ആദ്യത്തേത് घर के अंदर चिड़िया के बच्चे है. घर के अंदर വീട്ടിൻ്റെ ഉള്ളിൽ പക്ഷി കുഞ്ഞുങ്ങളുണ്ട്. അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഇതാണ് അതുമായി ബന്ധപ്പെട്ടത് അല്ലേ. ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് ഈ 4ാമത്തെ ചിത്രത്തിൻ്റെതാണ് ഫസ്റ്റത്തെ ഈ ഒരു ആൻസർ. ഗർക്കെ അന്ത ചിടിയാക്കെ ബച്ചേ ഹേ. വീട്ടിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? പക്ഷി കുഞ്ഞുങ്ങളുണ്ട്. ഇനി അടുത്ത ചിടിയ തിൻകോംസെ ഘർ ബനാത്തി ഹേ. എന്താണ്? ചിടിയ തിൻകോം എന്ന് പറഞ്ഞാൽ എന്താണ്? പുല്ല് കൊണ്ടാണ് എന്തുണ്ടാക്കുന്നത്? വീടുണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? അത് എവിടെയായിട്ടാണ് നമ്മൾ എഴുതാം? ഇവിടെ ആയിട്ട് നമുക്ക് എഴുതാം അല്ലേ. നമുക്ക് ഇവിടെ ആയിട്ട് എഴുതാം. തിൻകോൻസെ അത് രണ്ടാമതായിട്ട് എഴുതാം. ഇനി ചിരിയാക്കെ ബച്ച് ഉഡ്ജാത്തെ ഹേ. പക്ഷിക്കുഞ്ഞുങ്ങൾ പറന്നു പോകുന്നത് ഇതാണല്ലേ. മൂന്നാമത്തേതാണ് പക്ഷിക്കുഞ്ഞുങ്ങൾ പറന്നു പോകുന്നത്. ചിരിയാക്കെ ചോഞ്ച് തിൻകാ ഹേ. ചിടിയ എന്ന് പറഞ്ഞാൽ എന്താണ്? പക്ഷി. ചോഞ്ച് എന്ന് പറഞ്ഞാൽ കൊക്ക്. ചിടിയയുടെ പക്ഷിയുടെ കൊക്കിൽ എന്തുണ്ട്? തിൻക വേർഡ് പഠിച്ചിരിക്കണം. തിൻക എന്താണ്? പുല്ല്. അപ്പം തിൻക പുല്ല്. അപ്പോൾ അതെന്താണ്? ഫസ്റ്റ് 1 ആണ് അത്. ഓക്കെ, തിൻക എന്ന് പറഞ്ഞാൽ പുല്ലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഇത് കൊക്കാണ്. ചോഞ്ച് എന്ന് പറഞ്ഞാൽ കൊക്ക്, തിൻക എന്ന് പറഞ്ഞാൽ പുല്ലാണ്. അപ്പോൾ നമ്മൾ പിക്ചർ 4 ഐഡൻറ്റിഫൈ ചെയ്തു. അതുമായി ബന്ധപ്പെട്ട ഉത്തരങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഒന്നും കൂടി വായിക്കുക. ഗർക്കെ അന്തർ ചിടിയാക്കെ ബച്ചേ ഹേ. ചിടിയ എന്ന് പറഞ്ഞാൽ പക്ഷിയാണ്. പക്ഷി കുഞ്ഞുങ്ങളുണ്ട്. ചിടിയ തിൻകോൻസെ ഘർ ബനാത്തി ഹേ. പക്ഷി പുല്ലുകൊണ്ട് വീടുണ്ടാക്കുന്നു. ചിടിയാക്കെ ബച്ചേ ഉഡ്ജാത്തെ ഹേ. പക്ഷി കുഞ്ഞുങ്ങൾ പറന്നു പോകുന്നു. ചിടിയാക്കി ചോഞ്ച് മേ തിൻകാ ഹേ. ഇതിൻ്റെ കൊക്കിൽ എന്തുണ്ട്? പുല്ലുണ്ട്. ഇനി അടുത്ത നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ധൂപ്പ് ആ ഗയി സുബഹ സുബഹയ്ക്ക് കലിയാം പ്യാരി പ്യാരി മെഹക്കി കലിയാം ക്യാരി മെഹക്കി കലിയാം ഇത്തിനി സാരി മെഹക്കി. അപ്പോൾ ഇത് നമ്മൾ പൂരിപ്പിക്കാനാണ്. ഇവിടെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടെ എന്താണ്? ഇതാണോ എന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ധൂപ്പ്. അപ്പോൾ നമുക്ക് ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി ബഹ് തന്നിട്ടുണ്ട്. അപ്പോൾ സു ഏതാണോ ഉപയോഗിക്കേണ്ടത് അത് ഇവിടെ തന്നെ ഉണ്ട്, സുബഹ്. അപ്പോൾ ഇതാണ് സുബഹ്. ഇനി അടുത്തത് കലിയാം. ഈ ലീയാണോ ഉപയോഗിക്കേണ്ടത്? അപ്പോൾ കലിയാം. അപ്പോൾ നമുക്ക് ഈ ലീഡ്. ഇനി അടുത്ത മെഹക്കി. ഈ കീയാണ്. അപ്പോൾ മെഹക്കിൻ്റെ വേർഡ് ഏതാണെന്ന് നോക്കുക. അപ്പോൾ ശരിയായത് പൂരിപ്പിക്കുക. ഇനി അടുത്തത് സരി സാരി. അപ്പോൾ സാരി എന്ന് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് പൂരിപ്പിക്കാം. ഇനി അടുത്തത് രംഗ് പരായ നാം ലിഖേ. അപ്പോൾ ഇതെന്താണെന്ന് നമ്മൾ എഴുതണം. അതേപോലെ തന്നെ കളർ കൊടുക്കണം. ഓക്കെ, ഇത് നമുക്കറിയാം ബട്ടർഫ്ലൈ ആണ്. ബട്ടർഫ്ലൈക്ക് നമ്മൾ എന്താ പറയുക? തിത്തിലി. എന്താണ് പറയുക? തിത്തിലി. ഓക്കെ, ബട്ടർഫ്ലൈ നമ്മൾ പറയുക തിത്തിലി. അപ്പോൾ തിത്തിലി നമ്മൾ എങ്ങനെ എഴുതുക? ലി. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഇത് പൂവാണ്, ഫ്ലവറാണ്. അപ്പോൾ നമുക്ക് ഫൂൽ എന്തെഴുതാം? ഫൂൽ എന്ന് എഴുതാം. ഇനി അടുത്തത് ഇതെന്താണ്? ഒരു പക്ഷിയാണ്. അപ്പോൾ പക്ഷിക്ക് നമുക്കറിയാം ചിടിയ. അപ്പോൾ നമ്മൾ ചിടിയ എന്ന് എഴുതി. നെക്സ്റ്റ് ഇതെന്താണ്? മേഘമാണ്, ക്ലൗഡ്. അപ്പോൾ ബാദൽ. അപ്പോൾ ഓരോന്നിൻ്റെയും മീനിങ്സും അതിൻ്റെ സ്പെല്ലിങ്ങൊക്കെ പഠിച്ചു വെക്കുക. ഇപ്പോൾ തിത്തിലി, ഫൂൽ, ചിടിയ, ബാദൽ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ചിത്ര പഹച്ചാനെ സഹി വർണ്ണ ജോഡ്ക സാർത്ഥക് ശബ്ദ ബനായ. അപ്പോൾ ഇവിടെ ചിത്രം വരച്ചിട്ട് നമുക്ക് കളർ കൊടുത്തിട്ട് ഇതെന്താണ്? അക്ഷരം വിട്ടുപോയത് പൂരിപ്പിക്കാനാണ്. ഇതെന്താണെന്ന് അറിയാം. നമുക്ക് സൂരജാണ് അല്ലേ, സണ്ണാണ്, സൂര്യനാണ്. അപ്പോൾ സൂരജ്. അപ്പോൾ രാ എന്നുള്ളത് ഇതാണ്. അപ്പോൾ നമ്മൾ രാ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു.
ഇനി ഫൂൽ എന്ന് പറയുമ്പോൾ ലാ ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫൂൽ എന്നിട്ടു. ഇനി അടുത്ത തിത്തിലി, തീ ത് അല്ലേ, തിത്തിലി. ഇനി അടുത്ത ബാദൽ, അപ്പം ബാദൽ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതിൻ്റെ കണ്ടിന്യൂ ആക്ടിവിറ്റിയാണ്. ഇനി നമ്മൾ അടുത്തത് സഹി മിലാൻ കരെ, നമ്മൾ യോജിപ്പിക്കാനാണ്. ശരിയായത് യോജിപ്പിക്കാൻ. ഇവിടെ ലഡുക്ക തന്നിട്ടുണ്ട്. ഇവിടെ ഏതാണ് ലഡുക്ക ബോയ് ആണ്. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങോട്ട് യോജിപ്പിക്കാം. അതേപോലെ പേട് നമ്മളിപ്പോൾ പരിചയപ്പെട്ടു. പേടൊക്കെ നമുക്കറിയാം. പേട് എന്ന് പറഞ്ഞാൽ മരമാണ്. അപ്പോൾ അത് അതിനോട് മാച്ച് ചെയ്തു. ചിടിയ പക്ഷിയാണെന്നറിയാം. അപ്പോൾ അതും മാച്ച് ചെയ്തു. സൈക്കിൾ. ഓക്കെ, ഇനി ലടുക്കി എന്ന് പറഞ്ഞാൽ ഗേളാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ. ചിത്രയ്ക്ക് സ്ഥാൻ पर शब्द लिखे वाक्य ഇവിടെ ഒരു ചിത്രം ഉണ്ടല്ലോ, ഒരു വീടുണ്ട്, സൂര്യനുണ്ട്, ചിടിയ ഉണ്ട്, പേടുണ്ട് ഒക്കെ നമ്മൾ കണ്ടു. അപ്പോൾ നമുക്ക് ഇത് നോക്കാം. യഹ് നീത്തൂക്ക. അപ്പോൾ വീടിന് നമ്മൾ എന്താ പറയുക? ഗർ എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് എന്തെഴുതണം? ഗർ എഴുതണം. ഓക്കെ, അപ്പോൾ യഹ് നീത്തൂക്ക ഗർ ഹെ. ഗറിൻ്റെ സ്പെല്ലിങ് പഠിച്ചു വെക്കുക. ഇനി അടുത്ത പേട് പർ ആരുണ്ട്? പക്ഷിയുണ്ട്. പക്ഷീനെ നമ്മൾ എന്താ എഴുതുക? ചിടിയ, ചിടിയ അത് എഴുതി. പിന്നെ ഗർക്കെ പാസ് പേട് ഹെ. എന്താണുള്ളത്? പേട്, മരമാണുള്ളത്. അപ്പോൾ പേട്. ഓക്കെ, പേട് എഴുതി. ഇനി അടുത്ത ആസ്മാൻമേ സൂരജ് ഹെ. സൂര്യനുണ്ട്. ആസ്മാൻ എന്ന് പറഞ്ഞാൽ ആകാശം. ആകാശത്ത് ആരുണ്ട്? സൂര്യനുണ്ട്. അപ്പോൾ സൂരജ് സാ എഴുതി. സൂരജ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സെറ്റാക്കി. ഇനി നമുക്ക് അടുത്ത നോക്കാം. അടുത്തത് ഗണ്ട് പടേ ഒരു പ്രശ്നമൊക്കെ ഉത്തരലേക്ക്. ഇങ്ങനെ ഒരു പാരഗ്രാഫ് തരും. എന്നിട്ട് നമ്മൾ കുറച്ച് ചോദ്യവും തരും. പിന്നെ ചോദ്യത്തിൻ്റെ ഉത്തരം ഈ ഒരു പാരഗ്രാഫിലുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. ബാപ് രേ ഇത്തിനി സാരെ ജാൻവർ. അയ്യോ, ഇത്രയും കുറേ ജാൻവറോ മൃഗങ്ങളോ. മേട്ടക്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ, തവള. കച്ചുവ എന്ന് പറഞ്ഞാൽ അറിയാലോ, മച്ചിലി, സാരസ് ഓർ കേക്കട. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ച മൃഗങ്ങളുടെ പേരാണല്ലേ. നമ്മൾ ഡിസ്കസ് ചെയ്ത വീഡിയോയിൽ ഇതൊക്കെ നമ്മൾ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഖുഷി മുझे ബച്ചാവോ. ഖുഷി എന്നെ രക്ഷിക്കൂ. ഖുഷി ബി ഉദാസ് ഹേ. യഹി ക്യാ ഹേ. അപ്പോൾ ഖുഷിയും സങ്കടത്തിലാണ്. യഹ് ക്യാ ഹേ, ഇതെന്താണ്? അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം നോക്കാം. ഗണ്ട് മേ കിൻ കിൻ ജാൻവരോ കെ ബാരെ മേ കഹാ ഹേ. അപ്പോൾ ഇവിടെ കുറേ ജാൻവർ എന്ന് പറഞ്ഞാൽ മൃഗങ്ങളുടെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കിൻ കിൻ ഏതൊക്കെ മൃഗങ്ങളാണെന്ന്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം ഇവിടെ തന്നെ എഴുതാം. മേട്ടക്ക് പറഞ്ഞിട്ടുണ്ട്, കച്ചുവ പറഞ്ഞിട്ടുണ്ട്, മച്ചിലി പറഞ്ഞിട്ടുണ്ട്, സാർസ് പറഞ്ഞിട്ടുണ്ട്, കേക്കട എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിവിടെ എഴുതാം. മേട്ടക്ക്, കച്ചുവ, മച്ചിലി, സാർസ് ഓർ കേക്കട. ഇനി നെക്സ്റ്റ് നമുക്ക് സഹജീവിക്ക് പ്രതി സഹാനുഭൂതി. അപ്പം നമ്മൾ സഹജീവികളോട് സഹാനുഭൂതി പ്രകടിപ്പിക്കണം. സന്ദേശ ദേത്തെ ഹുയെ പോസ്റ്റർ തയ്യാർ കരാം. അപ്പോൾ നേരത്തെ നമ്മൾ എൻവയോൺമെൻറ്റ് ഡേ, പര്യാവരൺ ദിവസമായിട്ടുള്ള പോസ്റ്ററാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇനി നമ്മൾ സഹജീവികളോട് സഹാനുഭൂതി, കരുണ കാണിക്കണം, അതിനെക്കുറിച്ചുള്ളൊരു പോസ്റ്ററാണ്. അപ്പോൾ നമുക്ക് സഹജീവിക്ക് പ്രതി സഹാനുഭൂതി, ഇതേ ഹെഡിങ് തന്നെ ഇങ്ങോട്ട് കൊടുക്കുക. ഒരു നല്ലൊരു ചിത്രം വരയ്ക്കാം. ബേചാര ബനായേ രക്കേ. ഓക്കെ, ഇനി നീത്തുക്ക് ഹാത്ത് മേ കിതാബ് തി. നീത്തുയുടെ കയ്യിൽ എന്തുണ്ട്? കിതാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുസ്തകമുണ്ട്. നീതു ഗർക്കെ ബാഹർ തി. നീതു എവിടെയാണ്? വീടിൻ്റെ പുറത്താണ്. അമ്മ ചായ് ലേക്കർ ആയി. നീതു ഖുഷ് ഹോ ഗയി. ഓക്കെ, അമ്മ ചായയും കൊണ്ടുവന്ന് നീതു സന്തോഷവതിയായി. ഇവിടെ ഒരു മൂന്ന് ചോദ്യങ്ങളുണ്ട്, 4 ചോദ്യങ്ങളുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നീതു കെ ഹാത്ത് മേ ക്യാ ഹേ. നീതുവിൻ്റെ കയ്യിൽ എന്താണ്? അത് ഇവിടെ തന്നെ ഉണ്ട് ഇതിൻ്റെ ആൻസർ. നീതു കെ ഹാത്ത് മേ കിതാബ് തി. ആ ലൈൻ അതേപോലെ നിങ്ങൾ ഇങ്ങോട്ട് എടുത്തെഴുതിയാൽ മതി. നീത്തുവിൻ്റെ കയ്യിൽ, ഹാത്ത് എന്ന് പറഞ്ഞാൽ കയ്യിൽ എന്തുണ്ട്? കിതാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുസ്തകമുണ്ട്. അത് ആ ലൈൻ അതേപോലെ ഇങ്ങോട്ട് എടുത്തെഴുതുക. ഇനി നെക്സ്റ്റ് എന്താണ്? കോൻ ചായ് ലേക്കർ ഹാഗെ. ആരാണ് ചായയും കൊണ്ടുവന്നത്? അതും ഇവിടെ ഉണ്ട്. അമ്മായി ചായ് ലേക്കർ ഹാഗെ. അതും നമ്മൾ അങ്ങനെ തന്നെ ആ ലൈൻ എഴുതാം.
അമ്മ ചായ് ലേക്കർ ആകയ. അത് നമ്മൾ ഇതേ ലൈൻ അതേപോലെ എഴുതി വെച്ചാൽ മതി. ഇനി അടുത്ത കോൺ ഖുഷ് ഹോ ഗയി. ആർക്കാണ് സന്തോഷം എന്ന്? ഖുഷ് എന്ന് പറഞ്ഞാൽ എന്താ? ഹാപ്പി. ആരാണ് ഖുഷ് ഹോ ഗയി? നീതു ഖുഷ് ഹോ ഗയി. അപ്പോൾ ആ ഒരു ലൈന് നമ്മൾ അതേപോലെ അങ്ങോട്ട് എഴുതാം. നീതു ഖുഷ് ഹോ ഗയി. ഇനി അടുത്തത് നീതു കഹാത്തി. നീതു എവിടെയാണ്? നീതു കഹാത്തി. നീതു കർക്കെ ബാഹർത്തി. അതും നമ്മൾ അതേ ലൈൻ ഇവിടെ അതേപോലെ എഴുതിയാൽ മതി. തെറ്റ് ഇല്ലാതെ എഴുതിയാൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും കിട്ടും. ഓക്കെ. ഇനി തന്നിരിക്കുന്ന മലയാള വാക്കിന് പകരം ഹിന്ദി വാക്യങ്ങളിൽ നിന്ന് എഴുതുക. ഓക്കെ. രാത്രി. ഇവിടെ രാത്രി എന്നാണ് കൊടുത്ത്. ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് ക്ലിയർ കുറവാണ്. രാത്രിക്ക് ഇവിടെ എന്താണ്? രാത്രി എന്നതിൻ്റെ അർത്ഥം വരുന്ന വേർഡ് ഏതാണ്? രാത്ത്. ഓക്കെ. ഇനി അടുത്ത പുസ്തകം ബുക്ക് എന്താണ്? കിതാബ്. ഓക്കെ. ഹിന്ദി വേർഡ് എന്താണ്? പുസ്തകത്തിൻ്റെ കിതാബ്. ഓക്കെ. അപ്പോൾ അത് രണ്ട് നമ്മൾ സെറ്റാക്കി. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതേ മോഡൽ തന്നെയാണ്. ഗണ്ട് പടേ ഓരോ പ്രശ്നമൊക്കെ ഉത്തരലേക്ക്. നദിക്ക് കിനാരെ ഏക്ക് ആം കാ പേട് താ. നദിയുടെ തീരത്ത് എന്തുണ്ട്? ആം എന്ന് പറഞ്ഞാൽ എന്താ? മാങ്ങ അല്ലേ? മാവുണ്ട്. ഉസ് പേട് പർ ഏക്ക് ബന്ദർ രഹത്താ താ. അതിൻ്റെ മുകളിൽ പേടിൻ്റെ മേലെ ആരുണ്ട്? ബന്ദർ. കുരങ്ങനുണ്ട്. യഹ് മീട്ടി ആം ഗാത്തത്. നല്ല മധുരമുള്ള മാങ്ങ കഴിച്ചിരുന്നു. പേടിക്ക് നീച്ചേക്ക് ഗർഗോഷ് രഹത്താ. ഗർഗോഷ് ആരാണ്? ഗർഗോഷ് മുയലാണ്. ഗർഗോഷിൻ്റെ അർത്ഥം എന്താണ്? മുയൽ. അപ്പം മുയൽ അതിൻ്റെ താഴെ താമസിച്ചിരുന്നു. യഹ് ബന്ദർക്ക മിത്രത. മിത്ര എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രണ്ട്സ്. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. നദിക്ക് കിനാരെ കോൺസാ പേടുത്താം. ഇപ്പം നദിയുടെ തീരത്ത് ഏത് മരാണുള്ളത്? അതിൻ്റെ ആൻസർ ഇവിടെ തന്നെ ഉണ്ട്. നദിക്ക് കിനാരെ ഏക്ക് ആംക പേടുത്ത. അപ്പോൾ ആ ലൈൻ അതേപോലെ നമുക്ക് എടുത്ത് എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ ഓപ്ഷൻ ഉണ്ട്. പീപ്പൽക്കല്ല, കട്ട്ഹൽക്കല്ല, ആംക എന്ന് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. വളരെ ഈസിയാണ്. പേട് പർ കോൺ രഹത്താത്ത. അപ്പോൾ മരത്തിൻ്റെ മുകളിൽ ആരായിരുന്നു? ബക്കരി, ബില്ലി, ഹിരൺ, ബന്ദർ. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാ ഇവിടെ തന്നെ ഉണ്ട്. നെക്സ്റ്റ് സെൻറ്റൻസ് തന്നെ ഉസ് പേട് പർ ഏക്ക് ബന്ദർ രഹത്താത്ത. അപ്പോൾ നമുക്ക് പരിചയമുള്ള ഏതാണ്? ബന്ദറാണ്. അപ്പോൾ നമ്മൾ ബന്ദറിനെ ടിക്ക് ചെയ്ത് കൊടുത്തു. ഇനി അടുത്ത ബന്ദർ ക്യാ ഖാത്താത്ത. ബന്ദർ എന്താ തിന്നുന്നത്? ഖാത്ത എന്ന് പറഞ്ഞാൽ എന്താ തിന്നിരുന്നതെന്നാണ്. മീഠേ ജാമുൻ, മീഠേ ഹാം, പേടിക്കെ സാമനെ, പേടിക്കെ പീച്ചെ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസറിൻ്റെ മീഠേ ആം അല്ലേ? അത് നമ്മളിവിടെ പഠിച്ചു. വഹ് മീഠേ ആം ഖാത്ത. നല്ല മധുരമുള്ള മാങ്ങ തിന്നിരുന്നു. ഓക്കെ. ഇനി ഗർഗോഷ് കഹാ രഹത്തെ. ഗർഗോഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്? മുയൽ പേടിക്കെ നീച്ചയാണോ, പേടിക്കെ ഊപ്പറാണോ, പേടിക്കെ സാമനാണോ, പേടിക്കെ പീച്ചയാണോ? 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. പേടിക്കെ നീച്ചെ. അപ്പോൾ എവിടെയാണ്? പേടിക്കെ നീച്ചെ. നീച്ചെ എന്ന് പറഞ്ഞാൽ താഴെ. ഏക്ക് ഗർഗോഷ് രഹത്താത്ത. അപ്പോൾ പേടിക്കെ നീച്ചെ എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ ശരിയായ ഉത്തരം. പേടിക്കെ നീച്ചെ. ഇനി അടുത്ത ബന്ദർക്ക മിത്ര കോൻത. ബന്ദറിൻ്റെ മിത്ര ആരായിരുന്നു? ലോമഡിയാണോ, ഹാത്തിയാണോ, ഗർഗോഷാണോ, ഹിരനാണോ? അപ്പോൾ നമുക്ക് കൺഫ്യൂഷനായി. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. യഹ് ബന്ദർക്ക മിത്രത. അപ്പോൾ ആരാണ്? ബന്ദറിൻ്റെ മിത്ര ആരാണ്? ഗർഗോഷിനെ പറ്റിയിട്ടാണല്ലോ നമ്മളിവിടെ പറഞ്ഞത്. ഓക്കെ. ഗർഗോഷ്. അപ്പോൾ വളരെ ഈസിയുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഈ ലോംഡി, ഹാത്തി, ഗർഗോഷ്, ഹിരൺ ഇതൊക്കെ നമ്മളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. നമ്മൾ പാൽത്തു ജാൻവറും ജംഗലി ജാൻവറൊക്കെ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അതൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. ഇതും അതേ മോഡൽ തന്നെയാണ്. ഈ മോഡൽ നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 3 ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സന്തര 2 നാരങ്ങ. സന്തര എന്ന് പറഞ്ഞാൽ നാരങ്ങ. കഹാനിക്ക ഹംഷ് പടേ ഓർ നീച്ചലിക്കെ പ്രശ്നമൊക്കെ ഉത്തരലേക്ക്. അപ്പോൾ സന്തര എന്നുള്ള പാഠഭാഗമൊക്കെ നിങ്ങൾ നല്ലവണ്ണം വായിച്ച് മനസ്സിലാക്കിയാണ് കഥകളൊക്കെ നിങ്ങൾക്കറിയാം. ഓക്കെ. അപ്പോൾ നമുക്ക് കുറച്ച് ചോദ്യങ്ങളുടെ ഉത്തരം നോക്കാം. സന്തരോക്കെ ദേക്ക് ഉസ്ക മുഹ്മേ പാനി ആകയ. അപ്പോൾ സന്തരം എന്ന് പറഞ്ഞാൽ നാരങ്ങകൾ. ഒന്നിൽ കൂടുതൽ നാരങ്ങയുണ്ട്. അപ്പം ദേക്ക് എന്ന് പറഞ്ഞാൽ കണ്ടപ്പോൾ. അപ്പോൾ നാരങ്ങയെ കണ്ടപ്പോൾ എന്താണ്? മുഹ്മേ എന്തായി? പാനി ആകയി. വെള്ളം വന്നു. ഉസ്നെ സന്തര ഉട്ടായ. അപ്പോൾ എന്ത് ചെയ്തു? നാരങ്ങ എടുത്തു. സന്തരയ്ക്ക് ജോർസെ പക്വർ വഹ കാനെ വാല താ.
നല്ല ശക്തിയിൽ പിടിച്ച് തിന്നാൻ പോവുകയായിരുന്നു. കി സന്തരക്ക രസ് ഉസ്കെ ഹാങ്കോമേ ചലാകയ. അപ്പോൾ എന്താ പറ്റിയത്? സന്തരൻ്റെ രസ് എന്ന് പറഞ്ഞാൽ ജ്യൂസ് കണ്ണിൽ പോയി. ആഖോം എന്ന് പറഞ്ഞാൽ കണ്ണ്, രസ് എന്ന് പറഞ്ഞാൽ ജ്യൂസ്. അപ്പോൾ നമുക്ക് ചോദ്യം നോക്കാം. സന്തരൊക്കെ ദേക്ക് കിസ്കെ മുഹമ്മേ പാനിയാകയ. അപ്പോൾ ഈ സന്തര അതായത് ഓറഞ്ചിനെ കണ്ടപ്പോൾ ആരുടെ വായിലെ വെള്ളം വന്നാൽ ബാലു ബന്ദർ കുത്തെ. അപ്പോൾ നമുക്കറിയാമല്ലേ, നമ്മൾ സ്റ്റോറി വായിച്ചാണ് ബാലൂക്കെ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ബാലൂക്കെ. അപ്പോൾ ബാലുവിനാണ് ഈ ഓറഞ്ച് കണ്ടപ്പോൾ വെള്ളം വന്നത്. പിന്നെ അടുത്തത് ഈസ് ഘടനോക്കോ ലേഖ ദോനോ സന്തരോക്കെ ബീച്ച് കാ വാർത്താലാപ് തയ്യാർ കരെ. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ വായിച്ചല്ലോ. അപ്പോൾ 2 സന്തരകളും 2 ഓറഞ്ചും സംസാരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വാർത്താലാപ് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ബന്ദർ അരേ സന്തരെ തുമേ ഖാനേമേ കിറ്റിന സ്വാദിഷ്ട് ലഗേഗെ. നിങ്ങൾ തിന്നാൻ എന്താ രസം. അപ്പോൾ സന്തര പറയും നെഹി നെഹി ഹമേ ഗാനേക്ക് സരൂരത്ത്, നമ്മളെ തിന്നൊന്നും വേണ്ട. അപ്പം ലേക്ക് മുജേ തുമേ ഖാനേക്ക മൻ ഹോ രഹാ ഹെ. പക്ഷേ എനിക്ക് നിങ്ങളെ തിന്നാൻ ഭയങ്കര ഇഷ്ടമുണ്ട്, തിന്നാൻ തോന്നുന്നുണ്ട്. അപ്പോൾ പറയാണ് ടീക്ക് ഹെ എന്നാൽ ശരി, ലേക്കിൻ ഹമാര രസ് തുമാരി ആക്കോമേ ചലാ ജായേഗ. ഞങ്ങളുടെ ജ്യൂസ് നിൻ്റെ കണ്ണിൽ പോവും. അപ്പോൾ പറയാണ് നെഹി നെഹി മേ സാവധാൻ രഹൂങ്ക. അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം. ടീക്ക് ഹേ ലേക്കിൻ ഫിർ ബി ഹമേ ഖാനേക്ക് സരൂരത്ത് നെഹി ഹെ. എന്നാലും ഞങ്ങൾ തിന്നേണ്ട ആവശ്യമൊന്നുമില്ല എന്നറിയാം. അപ്പം എന്താ പറയുന്നത്? ടീക്ക് ഹേ മേ തുമാര നെഹി കാവുക. എന്നാൽ ശരി, ഞാൻ നിന്നെ ഭക്ഷിക്കുകയില്ല എന്ന് പറയുകയാണ്. അടുത്തത് കവിതാംശാണ്. എന്നിട്ട് പ്രശ്നങ്ങളുടെ ഉത്തരം എഴുതുക, ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതുക. ബുവാക്കെ ഗർമേ പേടുത്ത. ബുവയുടെ വീട്ടിൽ എന്തുണ്ട്? പേടുണ്ട്. പേട് पर गिलहरी देखकर मैंने कहा बुआ अपनी गिलहरी कहाँ से करी थी, मैं भी लूँगा उसे पालूँगा. ഓക്കെ, എവിടെ നിന്നാണ് ഈ ഗിൽഹരീനെ വാങ്ങിയെന്ന് നോക്കിയാണ്. ഞാനും വാങ്ങും. ഉസേ പാലൂങ്ക എന്ന് പറഞ്ഞാൽ ഞാനും നോക്കിക്കോളും, ഞാൻ അതിനെ സംരക്ഷിച്ചോളാം. അപ്പോൾ ചോദ്യം ഇതാണ്, ബുവാക്കെ ഗർമേ ഖ്യാത്ത. ബുവയുടെ കറിൽ എന്താ ഉണ്ടായിരുന്നത്? ബുവാക്കെ ഗർമേ പേടുത്ത. അപ്പോൾ നമുക്ക് ഉത്തരം എഴുതാം, ബുവാക്കെ ഗർമേ പേടുത്ത. ഇനി അടുത്ത പേട് पर क्या देखकर बच्चा खुश हुआ. അപ്പോൾ പേടിൽ എന്താ കണ്ടത്? മരത്തുമ്മൽ എന്താ കണ്ടത്? പേട് पर गिलहरी देखकर खुश हुआ. അപ്പോൾ എന്ത് കണ്ടിട്ടാണ്? ഗിൽഹരി ദേക്ക് കർ, അണ്ണാനെ കണ്ടിട്ടാണ് സന്തോഷമായത്. ബച്ചനെ ബുവാസെ ക്യാ പൂച്ച. ബച്ച ബുവാനോട് എന്താണ് ചോദിച്ചത്? बुआ आपने गिलहरी कहाँ से खरीदी. बच्चे ने पूछा आपने गिलहरी कहाँ से खरीदी. आपने गिलहरी कहाँ से खरीदी. എവിടെ നിന്നാണ് ഈ അണ്ണാനെ വാങ്ങിയത്? ബച്ച ഗിൽഹരിക്ക് ക്യാ കർണ ചാത്ത. അത് എന്തിനാണ് അങ്ങനെ വാങ്ങാൻ വിചാരിച്ചത്? ഉസേ പാലവിടെ നോക്കൂ. മേ ബി ലൂങ്ക ഉസേ പാലുങ്ക. അതിനെ ഞാൻ നോക്കിക്കോളാം എന്നല്ല പറഞ്ഞ. ബച്ച ഗിൽഹരിക്കോ പാൽന ചാത്താത്ത. അപ്പം നമുക്ക് എന്ത് എഴുതാം? പാൽന ചാത്താത്ത. ഇനി ബച്ച ഗിൽഹരിക്കോ ക്യോं ഖരീദിന ചാത്താത്ത. ബച്ച ഗിൽഹരിക്കോ പാലനെ കെ ലിയെ ഖരീദിന ചാത്താത്ത. അപ്പം നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ആക്ടിവിറ്റീസ്. ഇനിയും നമുക്ക് ഒരുപാട് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് എണ്ണത്തിനെ കുറിച്ചൊക്കെ കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ 5ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്